ശോശാമ്മ ഇതെവിടെ പോയി? എടി ശോശാമ്മ, ആഹാ, എല്ലാരും നേരത്തെ വന്നിരിക്കുവാണല്ലേ? ഓ, എന്നത് ബഹളാണെന്നേ ഇത്. ഒന്നും മിണ്ടാതിരുന്ന്. ഇതെന്നാ BMAടെ AGM ആണോ? ആ, എന്നത് ബഹള. ആ, അതൊക്കെ പോട്ടെ. ഹലോ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബെൻഡിഗോയുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണല്ലോ. ഓ, ഒന്നും മിണ്ടാതിരിക്കണ്ടേ പിള്ളേരെ? ഇതെന്നത് ബഹളാന്നേ. ആ, ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ശോശാമ്മേനെ കാണുന്നില്ലല്ലോ. എടി ശോശാമ്മേ, ശോശാമ്മേ, ഞാൻ ഇവിടെ ഉണ്ട്. എന്താ ഭയങ്കര ബഹളമാണല്ലോ. ഓ, അതെ, ഒരു കാര്യം പറയാം. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മിണ്ടാതെ ഇവിടെ ഇരുന്നോണം കേട്ടല്ലോ. ഇവിടെ നല്ലൊരു പരിപാടി നടക്കാൻ പോവുക. ആയിട്ട് അലക്കണ്ട കേട്ടല്ലോ. ആ ആ നീ വന്നേ. എന്താണ്ട് വിശേഷം? സുഖമല്ലേ? ആണോ? നമുക്ക് ഉദ്ഘാടനമായിട്ട് നമുക്കൊരു 2 സ്റ്റെപ്പൊക്കെ വെച്ചാലോ? സ്റ്റെപ്പടി സ്റ്റെപ്പടി, ഒരു മ്യൂസിക്കൊക്കെ ആയാലാ? അതെ, ഒരു കാര്യം പറയട്ടെ. അല്ല അല്ല, അരമണിക്കൂറായി ഇവിടെ പാട്ട് നിന്നിട്ട്. ഈ കയ്യേന്ന് വിടാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? അല്ല, അറിയാൻ പാടില്ലോട്ട് ചോദിച്ചാൽ ഈ ഏത് പെണ്ണുങ്ങൾ കയ്യെ പിടിച്ചാലും ഇങ്ങ് കയറി പോരുവോ? എന്തേ, നമ്മുടെ അച്ഛൻ പോയോ? എൻ്റെ പൊന്നച്ഛ, ഉള്ള കാര്യം പറയാലോ. ഇവിടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ ഈ ശോശാമ്മയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പരദൂഷണമൊന്നും പറയത്തില്ല. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരുടെ കംപ്ലീറ്റ് കാര്യം ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞേക്കാം കേട്ടോ. അയ്യോ, എന്തോന്ന് ഇരുന്ന് ചിരിക്കുന്നേ? ഓ, ഞാനിച്ചിരി ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുള്ളായി വന്നപ്പോൾ കുശുമ്പ അല്ലയോ അമ്പടി. എടി തങ്കമ്മ, പരിപാടി തുടങ്ങി. എന്നതാ എന്റെ ശോശാമ്മേ, ഒന്ന് ഇങ്ങോട്ട് കേറുക. ബാക്കിയുള്ള ഇവിടെ ഡ്യൂട്ടിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുക. അപ്പോഴാ അവിടെ ഒരു ഡാൻസും കൂത്തും. എന്നതായിരുന്നടി അവിടെ? അല്ലടേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ മറ്റേ പൂളിലേക്ക് മാറിയെന്ന് കേട്ടല്ലോ. അയ്യോ, പൂളിലേക്ക് മാറിയ കാര്യമൊന്നും പറയണ്ടടി. എടി, ഞാൻ ആദ്യം ചെന്നത് നമ്മുടെ എമർജൻസിയിലാ. എന്നിട്ട് അവിടെ ചെന്നപ്പോ തിരക്കോട് തിരക്ക്. ആണോ? നമുക്കിത് വല്ലതും പറ്റുവോ? പിന്നെ ഞാൻ എന്നിട്ട് ICU ചെന്നു. അവിടെ ചെന്നപ്പോ അവിടെയും തിരക്ക്. പിന്നെ ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ഇപ്പൊ പൂളിലാടി. അല്ല, ഈ പൂളിൽ എന്നെ തിരക്കില്ലേ? അയ്യോ, പൂളില് തിരക്കൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ പക്ഷെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലെല്ലാം കയറി ഇറങ്ങി നടക്കാം. അവരുടെ കുടുംബവിശേഷങ്ങളും കുശുങ്കും കുന്നായ്മയും എല്ലാം. അത് ശരിയാ. കോസ്റ്റ്യൂം ഉണ്ട്. അയ്യോ, ഇത് ഞാൻ മോഡേൺ ആക്കിയേക്കുന്നല്ലേ. തൊഴിലുറപ്പ് പദ്ധതിയുടെ കോസ്റ്റ്യൂം. നമ്മളൊരു കാര്യം മറന്നുപോയി, ഈശ്വര പ്രാർത്ഥന. അയ്യോ, അതെ, എല്ലാവരും ഒന്ന് നിശബ്ദമായിട്ടിരിക്കണേ. നമ്മൾ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. അതെ അതെ. ദൈവമേ, ഞങ്ങൾക്ക് എല്ലാം തരേണമേ, മറ്റുള്ളവർക്കൊന്നും കൊടുക്കരുതേ. ദൈവമേ, ഞങ്ങൾക്ക് എല്ലാം തരേണമേ, മറ്റുള്ളവർക്കൊന്നും കൊടുക്കരുതേ. തൊഴിലുറപ്പിൻ്റെ എല്ലാ പണികളും ഞങ്ങൾക്ക് മാത്രം കിട്ടേണമേ. തൊഴിലുറപ്പിൻ്റെ എല്ലാ പണികളും ഞങ്ങൾക്ക് മാത്രം കിട്ടേണമേ. ഞങ്ങൾക്ക് മാത്രം കിട്ടേണമേ. ഞങ്ങൾക്ക് മാത്രം കിട്ടേണമേ. ചില കൂടുതൽ എനിക്ക് കിട്ടിക്കോട്ടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാടേ നിന്റെ കെട്ടിയോനില്ലേ ടാക്സി ഓടിക്കുന്നത്? പുള്ളിക്കാരൻ ഇപ്പൊ 24 മണിക്കൂറും ടാക്സിയിൽ തന്നെയാണ്. വെപ്പും കുടിയൊക്കെ അതിൽ തന്നെയാണോ? നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ. എടി, അത് പുള്ളി കാശുണ്ടാക്കാനോ വരുമാനം ഉണ്ടാക്കാനോ ഒന്നും അല്ല. പിന്നെ എന്നാ സംഭവം എന്നറിയോ?
പുള്ളി വീട്ടിൽ കയറി വരുമ്പോഴേ ആ ഞാൻ തലയ്ക്ക് സൗകര്യം തരുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി 24 മണിക്കൂർ ടാക്സി ഓടിച്ചോണ്ട് നടക്കുന്നതാ. എന്റെ ദൈവമേ, അപ്പൊ എല്ലാ വീട്ടിലും ഇത് തന്നെയാണോ പ്രശ്നം? അല്ലടി, നിന്റെ കെട്ടിയോൻ ഇപ്പൊ പണിയൊന്നും ഇല്ലേ? അയ്യോ ആ എടി, അത് തന്നെ കാര്യം ഒന്നും പറയാതിരിക്കുന്നത് എന്നാ നല്ലത്. ആ. നീ നമ്മുടെ സഞ്ജു സാംസനെ അറിയുവോ? പിന്നെ ക്രിക്കറ്റ് പ്ലെയർ. ക്രിക്കറ്റ് പിന്നെ അവനെ അറിയാത്ത ആളുണ്ടോ? അവന്റെ അച്ഛന് ആ. പണ്ട് പോലീസിലായിരുന്നു ജോലി. ആ പുള്ളിക്കാരൻ അത് രാജിവെച്ചിട്ടാണ് ഇവനെ ക്രിക്കറ്റ് പ്ലെയർ ആകാൻ വേണ്ടി നടന്നത്. ആണ് ആണ് ആണ്. അതേപോലെ ഇപ്പം എന്റെ അധ്യാനം ഉണ്ടല്ല, ആ. എന്റെ മോന ക്രിക്കറ്റ് പ്ലെയർ ആക്കണമെന്നും പറഞ്ഞുണ്ടല്ലോ. ആ അങ്ങേര് പഴകൃഷി ചെയ്തിരുന്ന മനുഷ്യനല്ലേ? അതെ അതെ. അതെല്ലാം വിട്ടിട്ട് ആ. ഇപ്പൊ ഇവനെ ക്രിക്കറ്റ് പ്ലെയർ ആക്കണമെന്നും പറഞ്ഞ് നടക്കുവാടി. ആര്? നമ്മുടെ കുട്ടപ്പായി. ആ കുട്ടപ്പായി തന്നെ. എന്റെ പൊന്ന്, ദേ കുട്ടപ്പായി അല്ലേ ആ വരുന്നേ? എടാ കുട്ടപ്പായി. എടാ മോനെ, ഇഞ്ഞാ കേറി വാടാ. തമ്പുരാനെ. കൊള്ളാലോ ഇവൻ. മോനെ. സൂക്ഷിക്കണേ. എടാ മോനെ, എടാ നീ ബൂസ്റ്റൊക്കെ കഴിച്ചാടാ? അയ്യോ, എന്റെ മോന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. അതൊക്കെ പോട്ടെ, ഇന്ന് എന്നൊക്കെ പരിപാടികള്? ഇന്ന് എനിക്ക് എല്ലാ ബോളേലും 6 അടിക്കണം. ആ ദാണ്ടേ കിടക്കണം. തീരുമാനമായി. ചക്കര ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നാടെ ചക്കര. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. ആ ഇങ്ങ് വന്നേ. നീയാണോ സഞ്ജു സാംസൺ ആവാൻ പോകുന്നേ? ആണോ? എന്റെ പൊന്ന് തങ്കമ്മ, ഉള്ള കാര്യം പറയാലോ. നല്ല പ്രായത്തിൽ കെട്ടിച്ചു വിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ 3-4 പിള്ളേരുടെ തന്തയാവേണ്ട പ്രായമായി. അവനെ പഠിച്ച സഞ്ജു സാംസൺ ആക്കാൻ പോന്ന്. എടാ പോയി വല്ല പണിക്കും പോടാ. എന്തോന്ന് കൊഞ്ഞിനെ കൊത്തിട്ട് കാര്യമില്ല, പോടാ. ഹൈ, എന്റെ എടി ഒന്നും പറയണ്ട. ആര്? ഇവനെയാണോ നീ പണിക്ക് പോകാൻ പറയണത്? അതെ. എടി, നിനക്കൊരു കാര്യം അറിയാവോ? എന്തോന്നടേ? എടി, ഞങ്ങളെ വീട്ടില് ചോറിന്റെ കൂടെ ഇവന് മീൻ വറുത്ത കൊടുത്താലുണ്ടല്ല, ആ ഇവൻ പകുതിയേ കഴിക്കൂ. മീന്റെ പകുതിയെ കഴിക്കത്തുള്ളൂ. ആ. അതെന്നാടി? അത് മീൻ മറിച്ചിട്ടാലേ അടുത്ത ദിവസം കഴിക്കാൻ പറ്റുള്ളൂ. ആ. അതുകൊണ്ട് അവൻ പകുതിയേ കഴിക്കത്തുള്ളൂ. അത്രയും ബുദ്ധിമുട്ടണമല്ലോ അല്ലേ? ആ. എടി, ഈ മീന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ഇപ്പൊ ബെൻഡിഗോയിൽ എന്തോരം കാറ്ററിംഗ്. അയ്യോ, ഒന്നും പറയണ്ട. മുട്ടിന് ഇപ്പൊ കാറ്ററിംഗ്. നമ്മുടെ ടിൻഡുവിന്റെ കാറ്ററിംഗ്, ആ. പിന്നെ അക്കിനോടെ കാറ്ററിംഗ്, അതെ. ലുബിനയുടെ ബിരിയാണി, പിന്നെ ടേസ്റ്റ് ഓഫ് കേരള വന്നതാ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യനിവിടെ കൊളസ്ട്രോളുവാ. ഈ ബാങ്കിലെ ലോൺ അടച്ചു തീർത്തിട്ട് വേണ്ട ഇതൊക്കെ പോയിരുന്ന് കഴിക്കാൻ. ആ, ഇത് പറഞ്ഞപ്പോഴാടി ഞങ്ങളും ഒരു കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു. ആരോ? നീയോ? അതേടി. എന്നാ കാറ്ററിംഗ് ആടി? എടി, പഴം കഞ്ഞി ഉണക്ക മീനും. ആഹാ. എന്നിട്ടാ? പക്ഷേ ആ. അതിന് ഒരു ദിവസത്തെ ആയസേ ഉണ്ടായിരുന്നുള്ളു. അതെന്നാ പറ്റിയിടി? പിറ്റേ ദിവസം വീടിന്റെ വാതിക്ക പോലീസ് നിൽക്കുക. ആ. മണാണെന്നും പറഞ്ഞ് അയലോക്കാരൻ പണി തന്നതാ. ആണ്ടടി. ആ. പിന്നെ പിന്നെ എന്നാണ്ട്? ആ പിന്നെ ഞാനൊരു കാര്യം കേട്ടായിരുന്നല്ലോടി. എന്നതാടി? നിന്റെ ഒരു മരുമോളുണ്ടല്ലോ, ആ. എന്നാണ് അവളുടെ പേര്? ആ, അവള് ഇപ്പം ട്യൂഷന് പോണെന്ന് പറയുന്നത്. എടി, അത് ട്യൂഷന് പോകുന്ന എന്നാന്ന് ചോദിച്ചാ ഇപ്പൊ ഗ്യാസ് ഒന്നും ഇല്ലല്ലോ. ആ, ഗ്യാസിനൊക്കെ ഇപ്പൊ എന്നാ തീ പിടിച്ച വിലയാന്ന്. അതുകൊണ്ട് നമ്മുടെ വിറകടുപ്പില് എങ്ങനെയാ വിറക് കത്തിക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടി അപ്പുറത്തെ ത്രേസ്യാമ്മ ചേച്ചിയുടെ വീട്ടില് ട്യൂഷന് പോകുന്നു. അത് ശരി. അയ്യോ, അല്ലടി, നീ ഇപ്പൊ എന്തോ BMA അല്ല, ഞാനത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാനുണ്ടല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ തൊഴിലുറപ്പ് തുടങ്ങാനുള്ള പരിപാടിയായിരുന്നു. അത് കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു. എന്റെ അടി ഒന്നും പറയണ്ട. ഞാൻ ICUവിൽ ചെന്നു. ICU ചെന്നപ്പോ മറ്റേ ജോഷിയുടെ ഭാര്യ ഉണ്ടല്ലോ, എന്റെ റീനു ചേച്ചി, അമ്പിനും വില്ലിനും അടുക്കുന്നില്ലെന്ന്. അയ്യോടി. അത് കഴിഞ്ഞപ്പോ ഞാനുണ്ടല്ലോ നമ്മുടെ സൈക്യാട്രി ചെന്നു. അപ്പൊ തണ്ടാ നമ്മുടെ അഞ്ജലി. അയ്യോ, എന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. അവൾക്ക് ദൈവമേ. പറ്റത്തില്ലെന്ന്. പിന്നെ ഞാൻ എന്നാ ചെയ്തു, എമർജൻസി ചെന്ന് എമർജൻസിയിൽ ആ ഒരു സുന്ദരി ചേച്ചി ഉണ്ടല്ലോ, ഒരു സുന്ദരിയായിട്ട് നടക്കുന്ന എന്തോ ഹണി ചേച്ചിയാണോ? ഹണി ചേച്ചി. ഹണി ചേച്ചിക്കും പറ്റത്തില്ലെന്ന്. ഇവളുമാർക്കെല്ലാം പൂത്ത പൈസയാന്ന്. എന്നാ ചെയ്യാനാ? അല്ലടി, നീ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ, നീ മറ്റേ BMA എന്തോ സെക്രട്ടറി ആവാനോ എന്തോ പോയെന്ന് പറയുന്ന കേട്ടല്ലോ. നിങ്ങൾക്ക് കേക്കണ അത് ഒന്നും പറയണ്ട. BMA സെക്രട്ടറി ആകാനൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ആദ്യത്തെ മീറ്റിന് അങ്ങോട്ട് കയറി ചെന്നു. അവിടെ ചെന്നപ്പോ ദേ എല്ലാം കൂടി കണക്ക് പറ എന്നും പറഞ്ഞ് ബഹളം. അത് BMA BGMൽ സ്ഥിരമുള്ള ഒരു പരിപാടിയാ. 10ാം ക്ലാസ് തന്നെ ഒരു വിധത്തിൽ പാസ്സായ ഞാൻ എന്നാ കണക്ക് പറയാനാ? അല്ല, അതൊക്കെ പോട്ടെ. നിന്റെ കെട്ടിയോനും പറഞ്ഞ പോലെ പ്രസിഡന്റ് ആകണോന്നും പറഞ്ഞ് ഇതിലെ നടപ്പുണ്ടായിരുന്നല്ലോ. അതെന്നാ സംഭവം എന്നറിയോ? അത് വേറെ ഒന്നുമില്ല.
BMA പ്രസിഡന്റ് ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ആഹാ. ഒന്നെങ്കിൽ നല്ല മസിൽ വേണം, അല്ലെങ്കിൽ നല്ല ബുദ്ധി വേണം. എന്തായാലും ഈ രണ്ടും ഉള്ള ഒരുത്തരെയാ ഇപ്പൊ പ്രസിഡന്റ് ആക്കി വെച്ചേക്കുന്നത്. ആര്? നമ്മുടെ ജോസനാ. ആ ജോസന് മസിലും ഉണ്ട്, ബുദ്ധിയുണ്ട്. ആ മസിലും പിടിച്ചിട്ട് ഇതിനെ കൂടിയൊക്കെ നടപ്പുണ്ട്. എടി നമ്മൾ എന്തേറെയായാലും ഇത്രയും കാര്യങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ആ, അതായത് എല്ലാവരും കേൾക്കണേ. ആ. നമ്മൾ ഇപ്പൊ ഓരോ ഏരിയ തിരിച്ചാണ് നമ്മളിപ്പോ തൊഴിലുറപ്പ് പ്ലാൻ ചെയ്യുന്നത്. ആ, ഏരിയ തിരിച്ചു. മെയ്ഡൻകള്ളി, വൈറ്റ് ഹിൽസ്, പിന്നെ നമ്മുടെ എപ്സം, ഇത് മൂന്നും ഞാൻ എടുക്കും. ആഹാ. നിനക്ക് ജാക്കസ് ഫ്ലാറ്റ്. എന്നാ ഒരു കാര്യം ചെയ്യടി, നീ ബെണ്ടിയോലോ മൊത്തം അങ്ങോട്ട് നീ എടുത്തോ. എന്നാ നീ ഒരു പണി ചെയ്യേ, ആ. നീ കങ്കാരു ഫ്ലാറ്റും കൂടെ അങ്ങ് എടുത്തോ. അപ്പൊ നിനക്കൊരു ഫ്ലാറ്റും കൂടെ ആവും. അത് നടക്കത്തില്ല എന്റെ മോളെ. അതല്ല. എനിക്ക് മേടങ്കള്ളി വേണം, എനിക്ക് മേടങ്കള്ളി തന്നെ വേണം. ഇപ്പൊ അവിടെയൊക്കെ ഇച്ചിരി പണി നടക്കുന്നത്. എന്തെങ്കിലും ചിക്കിരി തടയുന്നേ അവിടെ നടക്കത്തുള്ളു. അതേ, ഒരു കാര്യം ഞാൻ പറയാം. ആ. ഈ ഉദ്ഘാടന ദിവസം തന്നെ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. ആ എടി, നീ തെറി പറയുന്ന ആളാന്ന് എനിക്കറിയാടി. ആ. എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ, എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല. നീ ഇന്നാള് പേഷ്യന്റിന്റെ ഫുഡ് എടുത്തുകൊണ്ട് നീ കഴിച്ചല്ലേടി. അവിടുത്തെ കാര്യം എന്തിനാടി നീ ഇവിടെ പറയണത്? നീ എന്റെ തല്ലിയോ? സായിപ്പന്മാരുടെ തലകൾ അരിച്ചു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിടാം. ഇതേതാ ഈ വേട്ടവളിയൻ? ഹലോ ഹലോ മിസ്റ്റർ സെക്യൂരിറ്റി, ഇവിടെ മലയാളത്തിൽ തെറി പറഞ്ഞു തീർന്നിട്ടില്ല. അതിന് അപ്പോഴാണ് നിന്റെ ഒരു ഇംഗ്ലീഷ്. അവരെ പിടിക്കണേ. അവിടെ അല്ല നിന്നെ God hit me. അയ്യോ, ഇതോടുകൂടി ബെൻഡിഗോ തൊഴിലുറപ്പ് ഇവിടെ പിരിച്ചുവിട്ടിരിക്കുന്നു.